അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രാവിലത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കാം. എന്നും അപ്പം, പുട്ട്, നൂൽപുട്ട്, പത്തിരി, ചപ്പാത്തി ഇതൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലും പെട്ടെന്ന് പണിയും തീരും, കറി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇത് സേമിയ വെച്ചിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കൊടുകിൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ അവിടെ പെയിൻ ഗസ്റ്റായി നിന്നപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നൊരു റെസിപ്പിയും കൂടിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. ഞാൻ ഈ ഒരു പാക്ക് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കഷ്ണം മുറിക്കണം. ഈ മുറിച്ച സേമിയ വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും ഉഷാറാണ്. ഇത് എനിക്ക് ഇങ്ങനത്തെ കിട്ടിയത്. ഇത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം എല്ലാം. ഇതാകുമ്പോൾ നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. വറുത്ത സേമിയ വാങ്ങുകയാണെങ്കിൽ നെയ്യിൽ വറുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് സേമിയ ഇട്ടിട്ട് വറുത്തെടുക്കുക. നല്ല പായസത്തിന് വറുക്കണ മാതിരി അങ്ങനെ ചുമന്ന വറുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ നെയ്യല്ലിയിലായിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ സേമിയൻ്റെ ആ നെയ്യല്ലിയിലും ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വറവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കട ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായി കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് വഴറ്റുന്നുണ്ട്. ഇനി ഇഞ്ചി, പച്ചമുളകും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചുമന്ന വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇട്ടാൽ ഒരു ടേസ്റ്റുമാണ്. ചുമന്ന മുളകിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു സേമിയനൊരു പാത്രത്തിൽ അളന്നിട്ട് അത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മുഴുവനായി സേമിയന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി വേവിക്കേണ്ടതാണിത്. അപ്പോൾ ഇത് കുറേ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടി വെള്ളം വറ്റി നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ഉപ്പുമാവിൻ്റെ പരുവാവണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറന്നിരുന്നു. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു മുറി തേങ്ങ ചെറുതാക്കി ചിരണ്ടി വെച്ചിരുന്നു. അതും കൂടെ ഇട്ട് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആക്കണം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ തേങ്ങ ഇതിൽ ഇളക്കി യോജിപ്പിക്കണം. എല്ലായിടത്തും തേങ്ങ ആവുന്ന രീതിയിൽ ഇളക്കി ഇതാക്കണം. ഇപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടി നിൽക്കുന്ന മാതിരിയല്ല. അത് ചൂടാറിയതിന് ശേഷം അത് നല്ലൊരു പരുവാകും. ഇപ്പോൾ കണ്ടോ, നല്ല ഉഷാറായിക്കണം. നമ്മളെ ബിരിയാണിയൊക്കെ മാതിരി നല്ല ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയും കാണാം. താങ്ക് യു.